ഇന്ന് ഞാനും എൻ്റെ ഫാമിലി ഉപയോഗിക്കുന്ന ഒരു കാച്ചെണ്ണയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. ഇന്ന് ഉണ്ടാക്കുമ്പോൾ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് മുടി പൊഴിച്ചലിനും താരനും ഒക്കെ വളരെ നല്ലതാണ്. ഞാൻ എണ്ണ കാച്ചുന്നതിനായിട്ട് ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്, ഇതള് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് തുളസി ഇലയാണ്, പിന്നെ ഈ ചെമ്പരത്തിയുടെ കുറച്ച് ഇലയും എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കയ്യോന്നി ഇല, ഇത് ഞാൻ രാവിലെ പറിച്ചു വെച്ചാണ്, അത് വാടിപ്പോയി. പിന്നെ കുറച്ച് കറിവേപ്പില ധാരാളമായിട്ട് ഇടാം, മുടി കറുത്ത് വരാനൊക്കെ നല്ലതാണ് കറിവേപ്പില. ഇനി കുറച്ച് ആര്യവേപ്പില, പിന്നെ കുറച്ച് കറ്റാർവാഴ, പിന്നെ ഒരു 5-6 നെല്ലിക്ക, പിന്നെ ഒരു ചെറിയ കപ്പ് ഉള്ളി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉലുവ, കുറച്ച് കരിഞ്ജീരകം, കുറച്ച് അല്പം കുരുമുളകും. ഞാനിപ്പോൾ 1/2 ലിറ്റർ എണ്ണയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇത്ര ഐറ്റംസാണ് കുറേശ്ശെയാണ് എല്ലാം എടുത്തിരിക്കുന്നത്. അത് എണ്ണ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം, ഏതെങ്കിലും ഒരു ഐറ്റം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉള്ള ഐറ്റംസ് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഉലുവയും കരിഞ്ജീരകവും കുരുമുളകും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വയ്ക്കാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഇത്തിരി വെള്ളം ചേർത്ത് ഞാൻ അരച്ചെടുക്കും. ഇനി ഒരു വൃത്തിയുള്ള ഒരു തോർത്തോ അല്ലെ അതുപോലുള്ള ഒരു തുണിയെടുത്ത് അതിലേക്ക് ഈ അരച്ചതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. അതിൻ്റെ നീര് മാത്രമായിട്ട് വേണം നമുക്ക് എടുക്കാൻ. ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അതിൻ്റെ കംപ്ലീറ്റ് നീരും നമുക്ക് എടുക്കണം. ഈ നീരും ഏകദേശം 1/2 ലിറ്റർ ഉണ്ട്. ഇനി ഒരു ചുവടുകെട്ടിയുള്ള ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഉരുളിയിലേക്ക് ഇത് ഒഴിക്കണം. ഒഴിച്ചാൽ അതൊന്ന് ചൂടായി വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന എണ്ണയും കൂടി ഒഴിക്കണം. എണ്ണ നല്ല ശുദ്ധമായിരിക്കണം, ആട്ടിയെടുക്കുന്ന എണ്ണയാണ് ഏറ്റവും നല്ലത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ചെറിയ തീയിൽ വേണം ഈ പ്രോസസ്സ് എല്ലാം ചെയ്യാനായിട്ട്. സമയമെടുത്ത് വേണം എണ്ണ കാച്ചിയെടുക്കാൻ. തിളച്ച് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കഴിയുമ്പോൾ നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയും കരിഞ്ജീരകവും കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ചിലർ ഇതിനകത്ത് മൈലാഞ്ചി ഇലയും കൂടി ഇടാറുണ്ട്. എൻ്റെ ചെറുപ്പത്തിലെ അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഞാനിട്ട ഈ ഐറ്റംസ് എല്ലാം ഒന്നും ഇടാറില്ലായിരുന്നു. ചെമ്പരത്തിപ്പൂവും തുളസിയിലയും കയ്യോന്നി പറമ്പിലൊക്കെ ഉള്ള സമയത്താണെങ്കിൽ അതും ഇടും. പിന്നെ കറിവേപ്പില ഇടാറുണ്ടായിരുന്നു. ഉള്ളിയും കരിഞ്ജീരകവും കുരുമുളകും എന്തായാലും ഇടും, ജലദോഷമൊന്നും വരാതിരിക്കാനാണെന്നാണ് അമ്മ പറയാറുള്ളത്. ചിലർക്ക് ഉള്ളിയുടെ മണം ഇഷ്ടമല്ല, അപ്പോൾ അവർക്കത് അവോയ്ഡ് ചെയ്യാം. വെള്ളമൊക്കെ വറ്റി ഏകദേശം പാകമായെന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും അത് എണ്ണ പാകമാകുമ്പോൾ കറിവേപ്പില നല്ല മൊരിഞ്ഞു വരും. പിന്നെ ഇങ്ങനെ എണ്ണയുടെ അടിയിൽ അടിഞ്ഞു വരുന്നതിനെ നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അത് നല്ല ഉരുണ്ട് വരുന്നുണ്ടെങ്കിൽ അത് പാകമായി എന്നാണ് അതിനർത്ഥം. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇല ഇതുപോലെ പൊടിഞ്ഞു വരും നമ്മളെടുത്ത് നോക്കുമ്പോൾ, അപ്പോൾ അതിനർത്ഥം പാകമായെന്നാണ്. പെട്ടെന്ന് തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് സ്റ്റൗവിൽ നിന്ന് ഇതെടുത്ത് മാറ്റണം. ഉരുളിയിൽ ഇരുന്ന് തന്നെ ഇത് കുറച്ചും കൂടി ഒന്ന് പാകമാകും. അത് കൂടുതൽ മൂത്ത് പോയി കഴിഞ്ഞാൽ അതിന് ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. എണ്ണ നന്നായി തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ അരിച്ച് ഏതെങ്കിലും ഒരു കുപ്പിയിലാക്കി വെക്കാം. എനിക്കിതൊരു 1-1.5 മാസത്തേക്കുണ്ടാവും. ഞങ്ങളിത് ആഴ്ചയിൽ ഒരു 3 ദിവസം വെച്ച് ഉപയോഗിക്കും. ഞങ്ങൾക്കിതുകൊണ്ട് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്.